നടക്കാവുന്ന ആളുകളായിരുന്നു, അവരിന്ന് ഓട്ടക്കാരായി മാറി. അല്ലേ? 2 കിലോ ഇൻസ്പിറേഷൻ ആണ് കുഞ്ഞിപ്പാക്ക. മോമാജിക്ക് കൈമാറിക്കൊണ്ട് ബാപ്പക്ക ഈ ജേഴ്സിയുടെ പ്രകാശനം നിർവഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, ചുങ്കം റിയൽ റണ്ണേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വർക്കൗട്ടിനോട് കൂടെ നമ്മുടെ ജേഴ്സി വിതരണം, അതുപോലെ തന്നെ റിയൽ റണ്ണേഴ്സിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ചർച്ച. വീഡിയോ എല്ലാവരും ഇതായിട്ട് കാണുക. ഇപ്പോ നിങ്ങളുടെ ബോഡി ശരിക്ക് ഓക്സിജൻ ആവശ്യപ്പെടുന്ന സമയമാണ്. ഇതെന്ത് ചെയ്യരുത്, കഞ്ഞി ബ്രീത്ത് ചെയ്തിട്ട് റിലാക്സ് ചെയ്യിക്കുക. അവിടെ കാല് മുന്നോട്ട് വെക്കും. സർക്കുലേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇരുത്തിരിക്കാൻ പറയുന്നത്. ഓക്കെ, റിലാക്സ് റിലാക്സ്, ബോഡി കംപ്ലീറ്റ് ലൂസ് ആക്കുക. ഓക്കെ, ഇപ്പൊ ഏൽക്കുന്നുണ്ട്. ഇതാണ് കാർഡിയക് വർക്കൗട്ട്. വളരെ സ്ലോ മാത്രമേ ഇപ്പൊ തന്നിട്ടുള്ളൂ. ഈ സ്റ്റാമിന ലെവൽ കൂട്ടണം. അപ്പൊ ഓരോരുത്തർക്കും അറിയാം എത്ര സമയം കൃത്യമായിട്ടും എനിക്ക് കാർഡിയാക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു എനർജി ബേണിംഗ് മാത്രമാണ്. നമ്മൾ ഈ ഓടുന്നതും ഇതാക്കുന്നതും ഒക്കെ ശരീരത്തിലെ എനർജി എങ്ങനെ കുറെ കത്തിക്കളയാണ്. അല്ല, കാർഡിയാക് സ്ട്രെങ്ത് ചെയ്യുന്നില്ല. കാർഡിയാക് സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇപ്പൊ 10 മിനിറ്റ് തികച്ചു ചെയ്തിട്ടില്ല. 10 മിനിറ്റ് തികച്ചു ചെയ്തിട്ടില്ല. പല ബാബുനൊക്കെ പല നമ്മൾ 30-35 മിനിറ്റാണ് ഇതിനേക്കാളും ഹാർഡിലേക്ക് കൊടുക്കുന്നത്. കാരണം അത് ഇൻക്രീസ് ചെയ്ത് എത്തപ്പെട്ടതാണ്. ഒറ്റയടിക്ക് കാർഡിയാക് വർക്കൗട്ട് ചെയ്യാൻ പാടില്ല, വീഴും താഴെ, അറ്റാക്ക് വരെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഇടയിലെല്ലാം തന്നെ സ്ലോ മൂവ് ചെയ്ത് ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും ഹാർട്ടിനെ ഒറ്റയടിക്ക് നമ്മൾ അപ്പിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, അതേപോലെ ഡൗണിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. സ്ലോ മൂവ്മെന്റിന് ഉയർത്തി അതേപോലെ തന്നെ സ്ലോ മൂവ്മെന്റിൽ എന്ത് ചെയ്യണം, താഴ്ത്തണം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് അബ്ഡോമിനൽ വർക്കൗട്ടുകളാണ്. അബ്ഡോമിനൽ വർക്കൗട്ട് ഒരിക്കലും ഫാസ്റ്റ് ചെയ്യരുത്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ഫാസ്റ്റ് ചെയ്യാം. വളരെ സ്ലോലി. ഓക്കെ, സ്റ്റാമിന കൂട്ടണം, സ്റ്റാമിന ലെവൽ ഇൻക്രീസ് ചെയ്യണം. ഇത് എക്സസൈസിന്റെ മസ്റ്റാണ്. അതാണ് ഹൃദയത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഹൃദയത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാമിന ലെവൽ ഒറ്റയടിക്കല്ല, സ്ലോലി കൂട്ടിക്കൊണ്ടിരിക്കണം. മസിലുകൾ പോലെ തന്നെ ഹൃദയത്തിന് മസിലുകളാണുള്ളത്. ഹൃദയത്തിന്റെ മസിലുകൾ സ്ട്രെങ്ത് ചെയ്യണമെങ്കിൽ ഹൃദയത്തിന് എന്ത് ചെയ്യണം, പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. നിങ്ങൾ ശരീരം ചലിപ്പിക്കാത്ത രീതിയിൽ കാലിന്റെ മുട്ടിന് മാത്രം പ്രഷർ കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടിയിട്ട് ഒരു കാര്യമില്ല. ആ എനർജി ബേൺ ചെയ്യും, ഓക്കെ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ ഹാർട്ടിന്റെ ആരോഗ്യം കിട്ടുന്നുള്ളതോ ഹൃദയാരോഗ്യമാണ് നിങ്ങളുടെ ഈ ഓട്ടം നടത്തുന്നുള്ളതൊന്നും അത് കൃത്യത ഇല്ല എങ്കിൽ കാര്യമൊന്നുമില്ല. ഓക്കെ, എങ്ങനെയുണ്ട് ഇന്നത്തെ ക്ലാസ്? എങ്ങനെയുണ്ട്? എല്ലാവരും ഇഷ്ടപ്പെട്ട? നമ്മളെ പഴയ ആൾക്കാരൊക്കെ ഫുൾ ഫിറ്റാണ്. പുതിയ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്ത് ചെറിയൊരു പ്രയാസമല്ലേ? ശ്രദ്ധിക്കട്ടാ, മുമ്പത്തെ പഴയ ആൾക്കാർ നന്നായിട്ട് ഓടും ചെയ്യും, നന്നായിട്ട് വർക്കൗട്ടും ചെയ്യും. അതുകൊണ്ട് അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. പുതിയ ആൾക്കാർക്കാണ് തലകറക്കം, ചെയ്യാനുള്ള പ്രയാസമൊക്കെ ഉണ്ട്. നൗഷാദ് സാറിന്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി എത്രയോ ഭാഗങ്ങൾ വരാൻ കിടക്കാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും റെഡി അല്ലേ? അടുത്ത ക്ലാസ്സിലൊക്കെ ഇന്ന് കുറെ പുതിയ ആൾക്കാരുണ്ടാ. 100 ആളെ മേലെ നമ്മൾ മെമ്പേഴ്സ് ഉണ്ട്. 100 മെമ്പേഴ്സിന്റെ മേലുണ്ട്. പിന്നെ ശ്രദ്ധിക്കാം, ഒരു വർഷമായി നമ്മൾ അടുത്ത ഡിസംബർ 29 ഒരു വർഷം തികയാൻ പോവാണ് ഈ കൂട്ടായ്മ. പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് അതിന്റെ വാർഷികം, 1ാം വാർഷികം വിപുലമായി ശരിക്കും ചെലവ് കുറച്ചിട്ട്, ശ്രദ്ധിക്കുക, ചെലവ് കുറച്ചിട്ട് വിപുലമായി പരിപാടികളോട് ആഘോഷിക്കാൻ പോവാണ്. നമ്മൾ കുറച്ച് ഇവന്റുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തി, കുറച്ച് മത്സരങ്ങളൊക്കെ ഉൾപ്പെടുത്തി എല്ലാവർക്കും ഓരോരോ ഏജിനനുസരിച്ച് എല്ലാവരും പ്രായത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, പല മത്സരങ്ങളും ശരിക്കും എന്ത് ചെയ്യാനും ഫുൾ ഹാപ്പി ആയിരിക്കും. എല്ലാവർക്കും എൻജോയ് ചെയ്യുക, അല്ലെ? ചിരിക്കാനും കളിക്കാനും പാടാനും പറയാനും ഒക്കെ അവസരം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ വാർഷികമായി ബന്ധപ്പെട്ട് എല്ലാത്തിലും എന്ത് ചെയ്യുക, ഫുള്ള് പങ്കെടുക്കണം. പിന്നെ നമ്മൾ കൃത്യനിഷ്ഠ, നമ്മൾ നൗഷാദ് സാർ കറക്റ്റ് 6:30 മണിക്കൂർ എത്തുന്ന പറഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ എന്ത് ചെയ്യണം, അപ്പോഴും കുറെ ആൾക്കാർക്ക് എന്ത് എന്തോ ഒരു കർമ്മ നിർവഹിക്കുമ്പോൾ ഇവിടെ വരെ നമ്മളെ ശരിക്കും നമ്മളെ അജിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഉമ്രൊക്കെ പോകുമ്പോൾ എന്തോ ഒരു പുണ്യമുള്ള മാറിക്കാൻ ശരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ പോയിട്ട് വരാനാണ്.
പ്ലീസ് അത് ചെയ്തിട്ടാ. കാരണം ഇവിടെ നമുക്കറിയില്ല, നിങ്ങൾക്കറിയാം ഇന്നത്തെ വർക്കൗട്ട് അറിയാം, നന്നായിട്ട് ഓടുന്ന ആൾക്കാർ നമ്മളൊക്കെ. പക്ഷെ എന്നാലും ഇവിടെ പല ആളുകളും എന്ത് ചെയ്യാൻ ടയർഡായിരുന്നു അല്ലേ. ഓട്ടത്തിന്റെ കൈ അപ്പുറമുള്ള വർക്കൗട്ട് അവിടെ വന്നത് മനസ്സിലായില്ലേ. അപ്പൊ രണ്ടിനും എന്ത് ചെയ്യാം, നമ്മൾ പ്രാധാന്യം കൊടുക്കുക. എനിക്കറിയാം 10, 5, 10 അങ്ങനെ ഒന്നും നടക്കാൻ ഇവിടെ വന്ന ആളുകൾ എനിക്കറിയാം നടക്കാവുന്ന ആളുകളായിരുന്നു, അവരിന്ന് ഓട്ടക്കാരായി മാറി അല്ലേ. 2 കിലോമീറ്റർ, 3, 4, 5, 6, 7, 8, 15, 21, 41 കിലോമീറ്റർ വരെ ഓടുന്ന ഓട്ടക്കാരായി റിയൽ റണ്ണേഴ്സിന്റെ താരങ്ങൾ മാറി. ഒരു കൈയോട് അല്ലേ എല്ലാരും. ഇനി ഞാൻ പറയാം, എന്റെ 100ഓളം മെമ്പേഴ്സ് ഉണ്ട്, 260ഓളം 60ന്റെ 70ന്റെ അടുത്ത് നമ്മൾ മെമ്പേഴ്സ് ഉണ്ട്. വളരെ വൈകാതെ 300 തികയാൻ പോവുക. പരമാവധി ആളുകളുണ്ട് നമ്മള്. പിന്നെ ഒന്നുമില്ല, ആരോഗ്യ നമ്മുടെ ലക്ഷ്യം തരുക ആരോഗ്യ സംരക്ഷണം ശരിക്കും തന്നെ വ്യായാമത്തിലൂടെ ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക അല്ലെ. രോഗങ്ങൾ പടച്ചും തരും, അത് നമ്മൾ ഇനി വ്യായാമല്ല എന്ത് ചെയ്യാനും കാര്യമില്ല. പക്ഷെ എന്താണ് ആ തരുന്ന സമയം പഠിച്ചോ തന്നെ ആവശ്യമില്ല, അത് നമ്മൾ പരമാവധി എന്ത് ചെയ്യാം ഉപയോഗപ്പെടുത്തി. നമ്മളൊക്കെ രാവിലെ എന്ത് ചെയ്യാം, സുബഹിസ്കരിച്ചൊക്കെ വീട്ടിൽ നിന്ന് എണിച്ച് വരിക അല്ലെ, കുറച്ച് നടക്കുക, കുറച്ച് ഓടുക, കുറച്ച് കളിക്കുക. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് നോക്കുകയാണെങ്കിൽ എന്തൊരു ഹാപ്പി അല്ലേ. പരസ്പരം മുഖത്ത് നോക്കുകയാണെങ്കിൽ ചിരിച്ചാൽ നിങ്ങൾ എല്ലാവരും ചിരിച്ചല്ല, ശരിക്കും ഹാപ്പി അല്ലേ ശരിക്കും നിങ്ങള്. ആരും ശരിക്കും ചില മുഖങ്ങൾ ശരിക്കും ഇപ്പോഴും ടെൻഷനിലാണ്. നമ്മളൊക്കെ കുറെ പ്രാരാധം പ്രയാസങ്ങളാണ്, നമ്മളെപ്പോഴും ചിരിക്കും കേട്ടോ. എങ്ങനെ പിന്നെ ടൂറൊക്കെ ഉണ്ട്, ടൂർ ടൂർ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. ടൂറൊന്നും വിഷയാക്കണ്ട, ടൂറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധിക്കട്ടെ, ഇന്നലെ നമ്മൾ ചാരിറ്റി പറയുന്നത്. ചാരിറ്റി ആർക്കറിയോ, നമ്മളെ മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് ചാരിറ്റിട്ടാ. ദയവ് ചാരിറ്റിങ്ങൾ പുറത്തുനിന്ന് റിയൽ റണ്ണേഴ്സ് എല്ലാ ആൾക്കാരൊക്കെ ഇവിടെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇറങ്ങണ്ടാക്കിട്ടാ, അത് നമ്മൾ ബുദ്ധിമുട്ടാവും. നമ്മളെ കുറെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരുമായി ബന്ധപ്പെട്ട അതിനാണ് നമ്മൾ ചാരിറ്റി നില നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അല്ല പുറത്ത് വീടുണ്ടാക്കി കൊടുക്കാനും പിന്നെ എന്ത് ചെയ്യുക അവരെ സഹായിക്കാനും നമ്മളെ കൊണ്ട് പറ്റൂല. അതിനൊക്കെ ഇഷ്ടംപോലെ നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ഈ ആളുകളെ ഇഷ്ടംപോലെ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് മടുപ്പ് വരും. ശ്രദ്ധിക്കട്ടെ, എന്തെങ്കിലും നമ്മൾ ചാരിറ്റി എന്നാല് നമ്മൾ പുറത്ത് എല്ലാവരും പോയിട്ട് അവിടെ വീടുണ്ടാക്കി കൊടുക്കുക, അവിടെ സഹായിക്കാനില്ല. നമ്മളെ മെമ്പേഴ്സ് ഇല്ല, അവരുമായി ബന്ധപ്പെട്ടാണ് മാത്രം നമ്മൾ ചാരിറ്റി ഉദ്ദേശിക്കുന്നുണ്ടാ. മറ്റേ നമ്മളൊരു ആളുകൾ നമ്മുടെ അടുത്ത് വരും, ഒരു ഇതൊക്കെ അറിയില്ല, തിരാനും മഴയൊന്നും പറ്റൂല. ഒക്കെ അവർ പ്രതീക്ഷിക്കും നമ്മളെന്തോ ഭയങ്കര ഫണ്ടാന്ന് വിചാരിച്ചു. ഇവിടെ നമ്മളെ പോക്കറ്റ് കാലികളാണ്, മനസ്സിൽ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് നമ്മളെ പോക്കറ്റൊക്കെ കാലിയാണ്. ഇൻഷാ അല്ലാഹ് അപ്പം അടുത്ത ഭാഗത്തേക്ക് എടുക്കാം. ഓക്കെ. വളാഞ്ചേരി മുനിസിപ്പാലിറ്റി കേരള ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കൂട്ടോട്ട മത്സരത്തിൽ പങ്കെടുത്ത റിയൽ റണ്ണേഴ്സിന്റെ താരങ്ങൾക്ക് മെഡൽ വിതരണം ചെയ്യുന്നു. സലീം പുല്ലാട്ടിൽ, കൊളംബിൽ ബാവ, ഒരു നല്ല കയ്യിലെടുത്താണ്. കമറുദ്ദീൻ കേട്ടി, ഇനി ആരെങ്കിലും ആ കുഞ്ഞു വലിയ ഇൻസ്പിറേഷൻ ആണ് കേട്ടോ കുഞ്ഞിപ്പാക്ക. മോമാജിക്ക് കൈമാറിക്കൊണ്ട് ബാപ്പോക്ക ഈ ജേഴ്സിയുടെ പ്രകാശനം നിർവഹിക്കുകയാണ്. ഒരു കൈ കൊണ്ട് വാങ്ങണേ. ഓക്കെ, ഒരു നല്ല കൈയ്യടി. അടുത്ത ആളെ പേര് വിളിക്കും. എല്ലാ